വിഷം തിന്ന് ജീവിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വിഷമാണെന്ന ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇത് ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നും ഇത്തരം ആളുകൾ എവിടെ ജീവിക്കുന്നു എന്നും ഉള്ളൊരു ചിന്ത ഇപ്പോൾ നമുക്ക് വരാം. ഏതെങ്കിലും നാടിനെയും അവരുടെ വിശ്വാസങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ആചാരമാണോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ടാകാം. വളരെ മുമ്പ് തന്നെ ഇതറിയാമായിരുന്നെങ്കിലും ഈ രീതിയെക്കുറിച്ച് കൃത്യമായി ഏറെ വ്യക്തതയോടെ ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. ലക്ഷ്മി എൽ എന്ന വ്യക്തിയാണ് ഈ ജീവിത രീതിയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മാറ്റത്തിന്റെ ലോകത്തെ നാറ്റമറിയാതെ ജീവിക്കുന്ന വിഷം തീനികളായി നമ്മൾ മാറിയിരിക്കുന്നു എന്ന്. കലികാല ഭക്ഷണം എങ്ങോട്ടാണ് നാം എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്ന ആ കുറിപ്പ് ഇങ്ങനെയാണ്: പണ്ട് നാം ഈച്ച അരിക്കുന്ന മുന്തിരികൾ കഴിക്കുമായിരുന്നില്ല, പിന്നീടാണ് കാര്യം തലകീഴായി മറിഞ്ഞത്. ഈച്ച അരിക്കുന്നതാണ് കഴിക്കേണ്ടത്. കീടനാശിനി കാരണമാണ് ഈച്ച വരാതിരിക്കുന്നത്. പക്ഷേ ഉൽപാദകരുടെ ബുദ്ധി വെറുതെ ഇരിക്കുമോ? അവർ സാക്കറിൻ കലക്കിയ വെള്ളത്തിൽ മുന്തിരിക്കുലകൾ മുക്കി, പിന്നെ ഈച്ചകൾ സമൃദ്ധം. മുന്തിരിയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴുകാം, ക്യാബേജ് എന്ത് ചെയ്യും? തുടക്കം മുതൽ കീടനാശിനി തളിച്ച് ഓരോ ഇലയിലും ഈ മരുന്നുകൾ ഒട്ടിച്ചേർന്നാണ് ക്യാബേജ് ഉരുണ്ടു വരുന്നത്.